എല്ലാ ദിവസത്തെയും പോലൊരു ദിനമല്ല ഇന്ന്, ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഈസ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നതും ശ്രീ ആന്റോ ആന്റണി MP ആണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ ആന്റോ ആന്റണി, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഹാപ്പി ഈസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഈസ്റ്റർ. സെയിം ടു യു. ഈസ്റ്റർ ആയിട്ട് എന്താ പരിപാടി രാവിലെ? ഇല്ല, രാത്രി മുഴുവൻ ദേവാലയങ്ങളിലായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കാലമായത് സാധാരണ പോകുന്ന പോലെ ഒരു പള്ളിയിലല്ല, വിവിധ പള്ളികളിൽ പോകേണ്ടി വന്നു. അപ്പം പല ഡിനോമിനേഷനും പല ടൈമിലാണ്. രാത്രി 12 മണിക്ക് അവസാനിക്കുന്നുമുണ്ട്, 12 മണിക്ക് ആരംഭിച്ച് 6 മണിക്ക് അവസാനിക്കുന്നുമുണ്ട്, വെളുപ്പിന് 5 മണിക്ക് അവസാനിക്കുന്നുമുണ്ട്. അപ്പം നിരവധി ദേവാലയങ്ങളിൽ പോയി വിശ്വാസികൾക്ക് ഈശ്വരാശംസകൾ നേർന്ന് കാലത്ത് എത്തിയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഈസ്റ്റർ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിലെ വിശേഷങ്ങൾ? കാരണം ഇപ്പം നമ്മളെപ്പോഴും ഈ ഓണം ആവട്ടെ, ഈസ്റ്റർ ആവട്ടെ, വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും പണ്ടത്തെ ഈസ്റ്റർ ആണ് ഈസ്റ്റർ, ഇപ്പോഴത്തെ ഈസ്റ്റർ ഒന്നും അതേ അല്ല. ഓണം വരുമ്പോഴും അങ്ങനെ, അതൊക്കെ പണ്ടത്തെ ഓണം. അപ്പം അങ്ങനെ എന്തെങ്കിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ? നിശ്ചയമായിട്ടും. കാരണം എൻ്റെ ചെറുപ്പകാലത്തെ ഈസ്റ്റർ മനസ്സിലൊക്കെ മായാതെ നിൽക്കുന്നതാണ്. കാരണം അന്ന് ഞങ്ങളുടെ നാട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊരു ഗ്രാമപ്രദേശത്താണ്. അപ്പം വൈദ്യുതി ഇല്ലാത്ത വല്ല കാലത്ത് ആ പള്ളി മുഴുവൻ പെട്രോമാക്സ് വെളിച്ചത്തിൽ പ്രകാശിച്ച് നിൽക്കും. ഞങ്ങളൊക്കെ എല്ലാവരും രാത്രി റോഡ് പോലും ഉണ്ടായിരുന്നില്ല പള്ളിയിലേക്ക് പോകാൻ, നടപ്പാത മാത്രമാണ്. അപ്പം ചൂട്ടുകറ്റ കത്തിച്ച് അതിൻ്റെ പ്രകാശത്തിൽ പള്ളിയിൽ പോകുന്നതും, അതുപോലെ കാലത്ത് തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ 50 ദിവസത്തെ നോയമ്പാണ്, 50 ദിവസം വെജിറ്റേറിയനാണ്. അപ്പം 50 ദിവസത്തെ നോയമ്പ് വീടുന്ന ദിവസം കാലത്ത് നല്ല പാലപ്പവും ചിക്കൻ കറിയും ചിക്കൻ സ്റ്റൂവും ഒക്കെ അമ്മ ഉണ്ടാക്കി തരുന്നതിൻ്റെ ആ ചൂടുള്ള ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. അതൊക്കെ അവരൊക്കെ വേർപെട്ട് പോയിട്ട് വർഷങ്ങളായെങ്കിലും അന്നത്തെ ആ പ്രഭാതത്തിൻ്റെ, അന്നത്തെ പള്ളിയിലേക്കുള്ള യാത്രയുടെ അതിൻ്റെ എല്ലാം ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഈ ഈസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മനസ്സിൽ രാവിലത്തെ ഫുഡ് ഓർമ്മ വരണേ. അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ എന്താണ്? അല്ല, അപ്പം സ്റ്റൂ ആണ്. ഒന്നുകിൽ അപ്പം നാടൻ ചിക്കൻ കറി, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ. അതാണ് സാധാരണ ഈസ്റ്ററിൻ്റെ കാലത്തെ പ്രഭാതം. പ്രഭാതത്തിലെ ഭക്ഷണം, അതിന് പാലപ്പമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം. ഓക്കെ. ഇപ്പം ഈ നമ്മൾ ഈ എല്ലാം ഒത്തുചേരലിൻ്റെ സമയം കൂടിയാണല്ലോ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ. ഇപ്പം ഈസ്റ്റർ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങിപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന് തോന്നുന്നു അല്ലേ, ഫാമിലി ഡൽഹിക്കും അല്ലേ? അല്ല, അത് സംഭവിച്ച ഇത്തവണ തെരഞ്ഞെടുപ്പ് ഈസ്റ്ററിനോടനുബന്ധിച്ച് വന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് കാലത്ത് അതികാലത്ത് 6 മണിക്ക് ആരംഭിക്കാൻ രാത്രി 2-2:30 മണിയൊക്കെ അവസാനിക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് രംഗത്താണ്. ഒരു ദിവസം പോലും ഫാമിലിയോടൊപ്പം ഇല്ല. അതുകൊണ്ടാണ് ഇത്തവണ ഒറ്റയ്ക്കായിരിക്കുന്നത്. അല്ല, ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഈ ചെറുപ്പത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം വീട്ടിലുള്ള പള്ളിയിൽ പോകുന്നതും അല്ലെങ്കിൽ വീട്ടിലൊപ്പമുള്ള നല്ല ഭക്ഷണങ്ങൾ, ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമൊക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഈസ്റ്റർ, അപ്പോൾ ഈ ഒരു ഫാമിലി ടൈമൊക്കെ അപ്പം മാറിയോ? ഫാമിലി ടൈമൊക്കെ മാറി. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഈസ്റ്റർ ഭാര്യ വീട്ടിൽ അവരോടൊപ്പം കൂടണമെന്നുള്ളതായിരുന്നു. ഇപ്പം അവരൊക്കെ പല രാജ്യങ്ങളിലൊക്കെ ആയി സെറ്റിൽ ചെയ്തു. അപ്പം അങ്ങനെയൊരു സംവിധാനമില്ല ഇപ്പോൾ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പല തരത്തിലുള്ള പല ക്ഷണങ്ങളുണ്ടാകും ഞങ്ങൾക്ക് കുടുംബമായിട്ട്. ഈസ്റ്ററിന് പല ഭവനങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ഷണങ്ങളുണ്ടാകും. അതൊക്കെ ഒരുമിച്ച് പോകാറുണ്ട്. രാവിലത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഇതുപോലുള്ള ക്ഷണനമൊക്കെ സ്വീകരിച്ച് പല വീടുകളിലൊക്കെ പോകേണ്ടി വരും. നമ്മളുമായിട്ട് വളരെയേറെ കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെയുള്ള ആളുകളോടൊപ്പം ആ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അതാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഈസ്റ്ററിൻ്റെ പല ആഘോഷങ്ങളുണ്ടാവും. ആഘോഷ പരിപാടികളിൽ ജനപ്രതിനിധി എന്നങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. ഏതൊക്കെയായാലും ക്രിസ്മസ് ദിനം
പൂർണ്ണമായും വിശ്രമരഹിതമായ യാത്ര തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഓരോ ഈസ്റ്റർ ദിനവും ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിക്ക് നൽകുന്ന ഒരു സന്ദേശം പ്രത്യാശയുടേതാണ്. കുരിശ് മരണം വരിച്ച ശേഷമുള്ള യേശുദേവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്, ആ ഉയിർപ്പാണ്. അപ്പം ഇന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പരസ്യപ്രചാരണം അവസാനിക്കും. അത് കഴിഞ്ഞ് 2 ദിവസവും കഴിഞ്ഞാൽ നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോകും. കേരളം വിധി എഴുതാൻ പോവുകയാണ്. 10 വർഷമായിട്ട് കോൺഗ്രസ് UDF പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഈ തവണത്തെ ഒരു തിരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിനെ UDF-നെയൊക്കെ സംബന്ധിച്ച് ഒരു ഉയിർപ്പായിരിക്കുമോ? അല്ല, വളരെ പ്രത്യാശ പകരുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ നിരവധിയായ ആളുകളുമായി ബന്ധപ്പെടാനും തെരഞ്ഞെടുപ്പിൻ്റെ ഫുൾ ടൈം എന്ന് വെച്ചാൽ 24 മണിക്കൂറുകൾ മാത്രമേ മാറ്റി വയ്ക്കുന്നുള്ളൂ. അതുപോലുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലാണ്. അപ്പം മുമ്പ് നിരവധി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും ക്യാമ്പയിനുകളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തവണ ജനങ്ങൾ നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. കാരണം ഒരു മാറ്റത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. കേരളം മാറണം. കേരളത്തിൽ ഇതുപോലെ പോയാൽ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോകുന്നു. അവർക്ക് ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ നിയമവാഴ്ച തകരുന്നു. ഗുണ്ടകളും മാഫിയകളും ഈ ക്രമസമാധാനം കയ്യിലെടുത്ത് ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയോ വലുതാണ്. അപ്പോൾ അതിനെയൊന്നും ഫലപ്രദമായി ഇല്ലായ്മ ചെയ്യാനോ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കേരളത്തിലെ മറ്റൊന്നുമില്ലെങ്കിലും സമാധാനമായി ജീവിക്കാൻ കഴിയുന്നൊരു നാട്, പരസ്പര വിശ്വാസവും സൗഹൃദവും പുലരുന്ന ഒരു നാട്, വിവിധ മതവിശ്വാസങ്ങൾ ഒരു കുടുംബം പോലെ പരസ്പരം ആഘോഷിച്ചും ആചരിച്ചും എല്ലാത്തിലും പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു നാട്. ആ നാടിനെ മാറ്റിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിൽ നിന്ന്. പക്ഷേ ആ നാട് അങ്ങനെയായിരിക്കണം, കേരളം ഈ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കേരളം ആ മാറ്റത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് കേരളത്തിൽ UDF-ന് വേണ്ടിയാണ്. ആ മാറ്റം UDF-ന് അനുകൂലമായി വരും. ഇവിടെ ഉയർപ്പ് ഉണ്ടായ ഒരു പ്രത്യാശ പോലെ ഈ 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ പ്രത്യാശ UDF-ന് അനുകൂലമായിരിക്കും. വലിയൊരു വിജയം നേടി ഞങ്ങൾ ആ പുതിയ പ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആറന്മുളയാണ്. ഈ ആറന്മുളയിലെ 2 സ്ഥാനാർത്ഥികളോ, രണ്ടുപേരും ഇടത് മുന്നണിയുടെ ആവട്ടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആവട്ടെ, രണ്ടുപേർക്കും സഭകളുമായിട്ടും വളരെ അടുത്ത ബന്ധവുമുണ്ട്. അപ്പം ആറന്മുളയുടെ ബാലറ്റിൽ എന്ത് വീഴുമെന്നാണ് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്? ആറന്മുള ഇത്തവണ ഞാൻ പറയാം, ഒരു പ്രൊഡിക്ഷനായിട്ട് വേണമെങ്കിൽ എടുത്തു, അബിൻ വർക്കി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. കാരണം പത്തനംതിട്ടയുടെ മതേതര മനസ്സാണ്. ആ മതേതര മനസ്സ് UDF-നോടൊപ്പമാണ്. അത് തീവ്ര വലതുപക്ഷത്തിനോ അല്ലെങ്കിൽ അവരോട് ചങ്ങാത്തം പ്രാപിക്കുന്ന ഇടതുപക്ഷത്തിനോ ഒരിക്കലും പത്തനംതിട്ട പിന്തുണ കൊടുക്കില്ല. അത് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അത് അവിടെയാണ്, ഈ ആറന്മുള നിയമമണ്ഡലത്തിലാണ് ചരിത്ര പ്രശസ്തമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. നിരവധി മറ്റ് ഹിന്ദുമത കൺവെൻഷനുകൾ നടക്കുന്നത്. ആറന്മുള അടക്കമുള്ള പ്രശസ്തങ്ങളായ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ പ്രശസ്തമായ മസ്ജിദാണ്. അങ്ങനെയുള്ള എല്ലാ മതങ്ങളും സൗഹൃദത്തോടെ പത്തനംതിട്ടയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, ആറന്മുള നിയമമണ്ഡലത്തിൽ കാണുന്നത്, അവിടെ ഒരു ദേവാലയത്തിലൊരു ചടങ്ങുണ്ടെങ്കിൽ അവിടെ ഹൈന്ദവ നേതാക്കന്മാർ ആ ചടങ്ങിലുണ്ടാവും, മുസ്ലിം നേതാക്കന്മാരുണ്ടാവും. ഒരു ക്ഷേത്രത്തിൽ ചടങ്ങുണ്ടെങ്കിൽ തിരിച്ചുണ്ടാകും, മസ്ജിദിൽ ചടങ്ങുണ്ട്. കാരണം എല്ലാ മതങ്ങളും പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും സൗഹൃദത്തോടെ പോകുന്ന വലിയൊരു മാതൃകയാണ് ഈ പത്തനംതിട്ട ജില്ല ലോകത്തിന് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ ഒരിക്കലും ആ ജില്ല തയ്യാറാവില്ല. ആ സൗഹൃദവും ആ സ്നേഹവും ആ ബന്ധങ്ങളും എക്കാലവും തുടരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് കഴിയുന്നത് ആ കാഴ്ചപ്പാടുള്ള UDF-നാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തീവ്ര വലതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ വലതുപക്ഷത്തോട് ചങ്ങാത്തം കൂടുന്ന ഇടതുപക്ഷത്തോടോ ചേരാൻ ആറന്മുളയുടെ പത്തനംതിട്ടയുടെ മനസ്സ് തയ്യാറാകില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പൂർണ്ണമായി സജീവമായി ഉണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയട്ടെ, അബിൻ വർക്കി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്.
ശരി, ശ്രീ ആന്റോ ജോൺ, ഇനി FCRAയുമായി ബന്ധപ്പെട്ട് ഇപ്പം പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ ഒന്നും വകവയ്ക്കാതെ ആ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ആ ചർച്ച കുറച്ചൊന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ന്യൂനപക്ഷകാര്യമന്ത്രി. പക്ഷെ അദ്ദേഹം നേരത്തെ എടുത്ത നിലപാട് ഇനി സഭകളുമായിട്ടൊന്നും അതിലൊരു ചർച്ചയില്ല, എല്ലാം പറഞ്ഞ് ഡീലാക്കിയതാണെന്ന് പറയുന്നു. അതിന്റെ ഇനി ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? അങ്ങക്ക് എന്താ തോന്നുന്നത് FCR? കാരണം അങ്ങടക്കമുള്ളവർ കടുത്ത പ്രതിഷേധം ഉയർത്തിയതാണ് സഭയിൽ. അല്ല, അത് മനസ്സിലാക്കേണ്ടത് ഇത് വർഷങ്ങളായി സംഘപരിവാർ ഗ്രഹപാഠം ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ബില്ലാണ്. എന്താണ് ഈ ബില്ലിൻ്റെ കാതൽ? നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥാപനങ്ങൾ, അത് നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനമുണ്ട്. അത് കോളേജുകളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, ആതുരാലയങ്ങളുണ്ട്, അതുപോലെ സേവന പ്രസ്ഥാനങ്ങളുണ്ട്, കാരുണ്യ ഭവനങ്ങളുണ്ട്. ഇവരൊക്കെ ഓരോ കാലത്തും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിദേശസഹായം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും എന്താണ്, നമ്മുടെ നാട്ടിൽ നിന്നും പ്രവാസികളായി കടന്നുപോയി അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ സംഘടനകളോ അവരുടെ കൂട്ടായ്മകളോ ഒക്കെ ഈ നാട്ടിലൊരു പള്ളി പണിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോളേജ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്കൂൾ പണിയുമ്പോൾ കാരുണ്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവരുടെ സംഭാവനകൾ വരാറുണ്ട്. അതിന് ഉണ്ടായിരുന്ന ലൈസൻസുകൾ കഴിഞ്ഞ 7-8 വർഷമായി, 10 വർഷക്കാലമായി പതുക്കെ അത് കട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 20,000-ഓളം അങ്ങനെയുള്ള അനുമതികളാണ് റദ്ദ് ചെയ്തത്. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്താ പറയുന്നത്? മുമ്പ് വിദേശ സഹായം സ്വീകരിച്ച സ്ഥാപനങ്ങൾ അവർ ഇപ്പോൾ അത് നിർത്തൽ ചെയ്യുകയോ പുതുക്കാതിരിക്കുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾ വിദേശ സഹായം സ്വീകരിച്ച സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് മാറ്റുകയാണ്. ഒരു സെമി ജുഡീഷ്യൽ പവറുള്ള ഒരു സംവിധാനത്തേക്ക് അത് മാറ്റുകയാണ്. അപ്പോൾ ആ സംവിധാനത്തേക്ക് മാറ്റുമ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കീഴിൽ വരികയാണ്. ഈ സ്ഥാപനങ്ങൾ വിറ്റ് അതിൻ്റെ പണം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അടയ്ക്കാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താനോ ഉള്ള അനുമതിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നാമ്പുറ രഹസ്യം എന്താണ്? ഇന്ത്യയിലെ പ്രശസ്തങ്ങളായ എല്ലാ നഗരങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഏറ്റവും പ്രശസ്തങ്ങളായ സ്ഥാപനങ്ങൾ നടത്തുന്നത് അത് പ്രത്യേകിച്ചും ക്രൈസ്തവ മതവിഭാഗമാണ്, മറ്റ് മതവിഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ ഈ നിയമത്തിലൂടെ സംഘപരിവാറിനെ തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ഒരു നിയമനിർമ്മാണമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അതിൽ യാതൊന്നും അതിന് മറച്ചു വെക്കാനില്ല. കാരണം ഇന്നിപ്പം രാജ്യമൊട്ടാകെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ല, ചാനലുകൾക്ക് വാർത്തയല്ല, പത്രമാധ്യമങ്ങൾക്ക് വാർത്തയല്ല. വാർത്ത കൊടുക്കുന്ന ചാനലുകളെ ഭീഷണിപ്പെടുത്താനുള്ള ഏജൻസികൾ രാജ്യത്തുണ്ട്. അപ്പം 100 കണക്കിന് ആക്രമണങ്ങളാണ് ഓരോ വർഷവും. 2000, 2500, 2400 ഒക്കെ ആക്രമണങ്ങളാണ് ദേവാലയങ്ങൾക്ക് നേരെ, സ്ഥാപനങ്ങൾക്ക് നേരെ ഒക്കെ നടക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ വെച്ചിരിക്കുന്ന സെയിൻസിൻ്റെ സ്റ്റാച്യു തല്ലിപ്പൊളിക്കുന്നുണ്ട്. അവിടെ ഒരു ദിവസം ആരംഭിക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥന ചെല്ലാൻ അനുവദിക്കാതെ അതിന് മർദ്ദനം അഴിച്ചു വിടുന്നുണ്ട്. പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ കഴിയാതെ അവിടെ അക്രമം അഴിച്ചു വിടുകയും അവിടെ ഉള്ള ആളുകളെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞ് ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന നിയമം ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വളരെ സജീവമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ നിയമം അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ അപ് ടു ഡെത്ത്, മരണം വരെ ജീവപര്യന്തം എന്ന നിലയിലേക്ക് മാറ്റാനുള്ള നിയമപരിഷ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമിടുന്നത് ഒറ്റ ലക്ഷ്യത്തിലേക്കാണ്. ഇവിടെ 30, 50, 100 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കണം. അതിൻ്റെ പിന്നിൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതാരാ? ഇവിടെ ദളിതനോ പിന്നോക്ക വിഭാഗക്കാരനോ വഴി നടക്കാൻ മേലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി വിദ്യാലയം തുറന്നിട്ട് കൊടുത്ത് അവനെ അക്ഷരങ്ങളോട് പറഞ്ഞു കൊടുത്തത്, അറിവ് പകർന്നു കൊടുത്തത്, വിദ്യാഭ്യാസം കൊടുത്തത്, അതിലൂടെ സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ രംഗത്ത്, ഭരണരംഗത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, എല്ലാ രംഗത്തും ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ പോലും ഉയർത്തിക്കൊണ്ടുവന്നത് ക്രൈസ്തവ സമൂഹമാണ്. അപ്പം അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ബോധവാന്മാരാക്കി എന്നുള്ള വൈരാഗ്യമാണ് പല നാട്ടുപ്രമാണിമാർക്കും. അവരെ അടിച്ചമർത്തി ഭരിച്ചിരുന്നവർക്ക് അതേ ചിന്തയാണ്. അതാണ് ഇതിനുള്ള വൈരാഗ്യം. അതുകൊണ്ട് ഈ ഇതിപ്പം ഈ വെറുതെ പറഞ്ഞു പരത്തുന്നതാണ്. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമല്ല, ഇതിപ്പം 80% ഇത് ബാധിക്കുന്നത് ഹിന്ദുക്കളെ ആയിരിക്കും, ഹിന്ദു മതത്തിൽപ്പെട്ടവരെ ആയിരിക്കും ബാധിക്കുക. പക്ഷെ ഇതിന് വേറൊരു നരേറ്റീവ് കൊണ്ടുവരുന്നു എന്നാണ് കേന്ദ്രം പറയുന്നത്. തെറ്റാണ്. കാരണം 10 വർഷക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത് സംഘപരിവാറും അതിനോട് ചേർന്ന് നിൽക്കുന്ന 10-26 സംഘടനകളാണ്.
ഏതെങ്കിലും ഒരു FCRA അവരുടെ ക്യാൻസൽ ചെയ്തതായിട്ട് ഈ കേന്ദ്രമന്ത്രിക്ക് പറയാമോ? അവർക്ക് ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് കോടാനുകോടി ഉറുപ്പിക വിദേശ ഫണ്ട് സ്വീകരിക്കുകയും മറുവശത്ത് നൂറ്റാണ്ടുകളായി പ്രശസ്തമായ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ പലതും നിങ്ങൾ ആലോചിക്കണം. എന്താ സേവനം? ഇപ്പോൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കീഴിൽ 136 കാരുണ്യ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ 136 പ്രായമായവർ, സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ നിരാലംബരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അവർക്ക് വേണ്ട ജീവിതത്തിലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാ ജാതിയിൽപ്പെട്ടവരും അവിടെ താമസിക്കുന്നുണ്ട്. ആരെയും മതം മാറ്റുന്നില്ല. ആർക്കും അവിടെ താമസിക്കാം, ആർക്കും ഈ കാരുണ്യം ലഭിക്കും. നോർത്ത് ഇന്ത്യയിൽ കമ്പാഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. 1.5 കോടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. അതിൻ്റെ ഫണ്ടുകളെല്ലാം നിരോധിച്ചു. ആ പ്രസ്ഥാനം നിന്നുപോയി. അവിടെ ഈ 1.5 കോടി കുട്ടികൾക്ക് പകരം ഒരു ഓൾട്ടർനേറ്റീവ് അവർ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത്, സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, സമൂഹത്തിൽ എല്ലാവരും അവഗണിക്കപ്പെട്ട ആളുകളെ ആരെങ്കിലും കരുതുമ്പോൾ ആ കരുതുന്നവരോട് ശത്രുത കാണിക്കുകയും അവരെ കൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എന്തുകൊണ്ട് ആ പ്രാധാന്യം നൂറ്റാണ്ടുകളായി അല്ലെ 50-60 വർഷമായി നിലനിർത്തുന്നു? അവിടുത്തെ കൃത്യമായ ഏറ്റവും നല്ല ഡിസിപ്ലിനോടുകൂടിയ മാനേജ്മെൻറ്റ്, കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല വിദ്യാഭ്യാസം, അവർക്ക് കൊടുക്കുന്ന കരുതൽ. അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏറ്റവും പ്രിഫർ ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന സ്ഥാപനങ്ങളുണ്ടോ അവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്. പാർലമെൻറ്റിലൊക്കെ, ഞാൻ പേരുകൾ പറയുന്നില്ല, പാർലമെൻറ്റിലൊക്കെ വളരെ ശക്തമായി ഈ വിദ്വേഷം പറയുന്ന ആളുകൾ പലപ്പോഴും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അഡ്മിഷന് വേണ്ടി ഞങ്ങളെയൊക്കെ തന്നെ സമീപിക്കാറുണ്ട്, ഞങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് സ്വകാര്യ സംഭാഷണത്തിൽ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഇത്രയും വലിയ തീവ്രവാദം പറയുന്നവരല്ലേ, എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്താ കുട്ടികളെ അയക്കാത്തത്? അവർ പറയുന്നു, അതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയം, ഡിസിപ്ലിനോടെ നന്നായി പഠിക്കണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, അവിടെയാണ് ഞങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊരു ഹിപ്പോക്രസിയാണ്. ഒന്ന്, ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെൻറ് ഏജൻസികൾ കടന്നു വന്നത് എത്രയോ ലേറ്റായിട്ടാണ്. അവരുടെ കയ്യിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്. ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര. അപ്പോൾ അദ്ദേഹത്തോട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വെറുതെ വാർത്ത പറഞ്ഞു പരത്തുന്നതാണ്. പക്ഷേ പിന്നീട് ഇപ്പം ഞാൻ ന്യൂനപക്ഷകാര്യ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു, ഇത് ഇപ്പോൾ നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് മാറ്റി വച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിവേസ് അതിപ്പം മാറ്റി വെച്ചു. അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇനി പ്രതിപക്ഷം പറയുന്നതും കൂടി കേട്ട് ഒരു ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും ഇത് ഇനി ഒരു ഭേദഗതിയായിട്ട് വരാൻ പോകുന്നതെന്ന്? ഒരിക്കലുമില്ല. പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യവും കേൾക്കാറില്ല. അത് പ്രത്യേകമായി ഈ സംഘപരിവാറിൻ്റെ നിയന്ത്രണമുള്ള ആളുകളെല്ലാം മന്ത്രാലയത്തിലുമുണ്ട്. അവർ കൊടുക്കുന്ന അജണ്ട അനുസരിച്ചാണ് ബില്ലുകൾ വരുന്നത്. അവർ വരുന്ന അജണ്ട അനുസരിച്ചാണ് പാർലമെൻറ്റ് നടക്കുന്നത്. ഒരു വാക്ക് പോലും ഈ പ്രതിപക്ഷം പറയുന്നത് കേൾക്കാറില്ല. ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയണ്ടല്ലോ. ഈ നിയമത്തിൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് ഈ നിയമം പാസ്സായാൽ വിദേശ സഹായം സ്വീകരിച്ച് വിദേശ സഹായം നിന്നു പോകുമോ, പുതുക്കാൻ കഴിയാതിരിക്കുമോ, റദ്ദ് ചെയ്തതുമായ സ്ഥാപനങ്ങളുടെ അസറ്റുകൾ മാറുമെന്നുള്ള വകുപ്പ് ഇവരെടുത്ത് മാറ്റാൻ തയ്യാറുണ്ടോ? 2, ഇത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, ആരാധനാലയങ്ങൾ കൂടി ബാധകമാണ്. ആരാധനാലയങ്ങൾ ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാം. അപ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ അതിന് മാത്രമുള്ളൊരു എക്സംഷൻ, അത് വിറ്റഴിക്കാൻ പറ്റത്തില്ല. അത് പകരം ആളെ വെച്ച് ഇവർക്ക് റൺ ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഡിനോമിനേഷനും അവരുടെ ദേവാലയങ്ങളും വിശ്വാസികളുമായിട്ടുള്ള ബന്ധമെന്താ? അവിടെ പുരോഗതിനായിട്ട് വരുന്ന ഒരാളുടെ ബന്ധം എന്താ? അതൊരാളുടെ ചെറുപ്പകാലം മുതൽ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിതരായി 10-15 വർഷം സെമിനാരിയിലൊക്കെ പഠിച്ച് ഒരു വൈദികനായി പുറത്തു വന്ന് കാത്തലിക് ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും മാർത്തമ്മയാണെങ്കിലും ജാക്കബൈറ്റ് ആണെങ്കിലും CSI ആണെങ്കിലും അതുപോലെ തന്നെ പാസ്റ്റർമാരാണെങ്കിലും അവരൊക്കെ അവരുടെ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് വന്ന് ഒരു സ്ഥാപനം, ഒരു ദേവാലയം ഇത് ചെയ്യുമ്പോൾ അവിടെ പകരം ആളെ വെച്ച് നടത്തുമെന്ന് ഇവർ പറഞ്ഞാൽ അതെന്തൊരു അജണ്ടയാണ്? ഇത് ഹിറ്റ്ലർ പോലും ഇത്രയും വലിയൊരു ഫാസിസം ജർമ്മനി നടപ്പാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഹിറ്റ്ലർ ചെയ്യാത്ത കാര്യമാണ് ഇവിടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി നടപ്പാക്കാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ RSSൻ്റെ ഹിഡൻ അജണ്ടയാണ്. ഇത് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്ത്യ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിപ്പിച്ചും തമ്മിലടിപ്പിച്ചും ഒരു വർഗീയ അജണ്ട മാത്രം വെച്ച് ഈ രാജ്യത്തെ കൊണ്ടുപോകാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയതാണ്. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ വലിയ ശക്തിയായിരുന്നു, ലോകം അടക്കി വരുന്ന ശക്തിയല്ലേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തി. അവർക്കെല്ലായിരുന്നോ സംഘബലം, ആയുധബലം എല്ലാം അവർക്കായിരുന്നല്ലോ.
ധാർമ്മിക ശക്തിയുള്ള ഒരാൾ, മഹാത്മജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് ധീര ദേശാഭിമാനികൾ നടത്തിയ മുന്നേറ്റത്തിൽ ആ സാമ്രാജ്യം തകർന്നടിഞ്ഞില്ലേ? പിന്നെയാണോ ഇവിടെ ഈ പറയുന്ന ഈ സംഘപരിവാറിൻ്റെ ഈ ഫാസിസ്റ്റ് അജണ്ട? ഇത് ഈ രാജ്യത്ത് ഏകപക്ഷീയമായി നടപ്പാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇതിൻ്റെ അപകടം എത്രയോ വലുതാണ്. കാരണം ഇന്നിപ്പോൾ അവരാഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ വർഗീയ ഫാസിസത്തിലേക്ക് ഹിഡൻ അജണ്ടകൾ അവർ മനസ്സിൽ കുത്തിനിറച്ച് സമൂഹത്തെ സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുപോലെ കരുതുകയും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിൽ നിന്നും മാറ്റി അവനെ പ്രത്യേക രൂപത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിലൂടെ ഒരു വർഗീയ ഫാസിസം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇതിന്റെ എല്ലാം അടിത്തട്ടിലുള്ളത് എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ 10 വർഷക്കാലത്തെ പ്രവർത്തനം സമയപരിമിതി കൊണ്ട് മാത്രം മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ബാക്ക് ടു തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വന്നാൽ ഇപ്പം ടീം UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മധ്യ കേരളം അടക്കം UDF തൂത്തുവാരുമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയുന്ന പോലെ 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. ഈ തിരഞ്ഞെടുപ്പ് അത്രയേറെ നിർണായകമാണ് UDF-നെയും കോൺഗ്രസിനെയും ഒക്കെ സംബന്ധിച്ച്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഇപ്പോഴേക്ക് വരുന്നത് അത് എത്ര കണ്ട് നല്ലതായിരിക്കും ശ്രീ ആന്റോ? അല്ല, കോൺഗ്രസിൽ അങ്ങനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചൊരു തെരഞ്ഞെടുപ്പ് ഒരു സ്റ്റേറ്റിലും ഒരു കാലഘട്ടത്തിലും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ MLA-മാരുടെ അഭിപ്രായം പറയും, അതിനുശേഷം ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തും, അവർ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അത് എല്ലാ കാലത്തും നടക്കുന്നതല്ലേ. അതിനൊരു മാറ്റം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. അത് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അത് മുഖ്യമന്ത്രി തർക്കമൊന്നും കോൺഗ്രസിലുണ്ടാവില്ല. പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം ശരിയായ ആത്മവിശ്വാസമാണ്. കാരണം CPM-ൻ്റെ ആത്മവിശ്വാസം എന്താ? ഞങ്ങൾ സംഘപരിവാറുമായിട്ട് സഞ്ചരിക്കുന്നു, നിശ്ചിത സീറ്റുകളിൽ അവരുടെ വോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ കുറച്ച് സീറ്റ് ഏൽപ്പിക്കുന്നുണ്ട്, അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും, മറ്റ് വർഗീയ ശക്തികളുമായി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പുറമേ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എല്ലാ വർഗീയ കൂട്ടായ്മകളും ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ ആത്മവിശ്വാസം മതേതര കേരളം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. 100 സീറ്റിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ഓക്കെ, ശ്രീ ആന്റോ ആന്റണി, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം ഈ വയനാടുമായി കൊണ്ടുള്ള വിഷയങ്ങളാണ് ഇപ്പം മറ്റൊരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വീട് വെച്ച് നൽകാമെന്ന് പറയുന്നു. ഇപ്പോൾ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇന്നലെ KPC അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളെ കണ്ടു, ആ കണക്കൊക്കെ പുറത്തുവിട്ടു. പക്ഷേ കണക്കുകൾ പലതും ശരിയാകുന്നില്ല. പല നേതാക്കളും അവരുടെ തന്നെ കണക്കുകളിൽ പല ലക്ഷങ്ങളും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റും സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇടത് സൈബർ ക്യാമ്പുകളിലും അങ്ങനെ ഉണ്ട്. ഈ ഒരു 54 കോടി പിരിച്ചു എന്നൊരു സ്ക്രീൻഷോട്ട് അടക്കം പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ ഈ വയനാട് വിഷയം ഇങ്ങനെ പ്രചരിക്കുന്നത് അത് പാർട്ടിക്ക് എത്ര കണ്ട് ദോഷം ചെയ്യും? കുറച്ച് മുൻപ് പോലും നമ്മുടെ ഷാഫി പറമ്പിൽ MP അദ്ദേഹമൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ വീഴ്ചകൾ മാത്രം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ്. അല്ല, ഇപ്പോൾ ഈ CPM-ന് വലിയൊരു സൈബർ സെല്ലുണ്ട്. അത് സർക്കാരിൻ്റെ ചെലവിൽ ആയിരക്കണക്കിന് ആളുകളെ നിയോഗിച്ച് ജനങ്ങളുടെ പണം എടുത്തിട്ട് മറ്റുള്ളവരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സൈബർ സെല്ല് വളരെ സജീവമാണ്. അവരേത് കൃത്രിമം രേഖകളും ഉണ്ടാക്കും, ഏതും പറയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കോടതി ചോദ്യം നിങ്ങളെ ചോദ്യം ചെയ്തു. അവരുടെ അജണ്ട ഏത് കൊള്ളരുതാത്ത പ്രചരണം നടത്തിയും പരാജയപ്പെടുത്തുക, തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളങ്ങനെ അങ്ങനെയുള്ള പ്രചരണത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനമല്ല. മറിച്ച് നിങ്ങളറിയേണ്ടത്, ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ പിരിച്ചു നൽകിയ എത്ര ഉറുപ്പികയാണ്? അതിൽ എത്ര ഉറുപ്പിക ഇവർ ചെലവഴിച്ചു? ബാക്കി വേണം ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ ചെലവഴിക്കാത്തത്? അത് പബ്ലിക്കിൻ്റെ ഡൊമൈനിൽ നിൽക്കുന്ന ഔദ്യോഗിക കണക്കല്ലേ, സർക്കാർ പുറത്തുവിട്ട കണക്കല്ലേ? അതേക്കുറിച്ച് മറുപടി പറയാതെ ഇത്തരമുള്ള കള്ളപ്രചരണങ്ങൾ കൊണ്ട് UDF-നെ ചെളിവാരി എറിയാൻ ശ്രമിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് സഹതാപം. അതിപ്പോ മാത്രമല്ല, കോവിഡ് കാലത്ത് ലഭിച്ച ഫണ്ട്, നമ്മുടെ പ്രളയകാലത്ത് ലഭിച്ച ഫണ്ട്, ഈ ഉരുൾപൊട്ടലിൽ ലഭിച്ച ഫണ്ട്, നിർമ്മാണത്തിനും മറ്റുമായി പോയി. ഇനിയിപ്പോൾ വീട് വെക്കണമെങ്കിൽ തന്നെ AICC ഫണ്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇന്നിപ്പം നേരത്തെ ഷാഫി പറമ്പിലൊക്കെ പറഞ്ഞത് AICC-യുടെ സഹായത്തോടു കൂടി ആണെങ്കിൽ പോലും KPCC വീട് നിർമ്മിച്ച് നൽകുമെന്നാണ്. അപ്പോഴും ഈ പിരിച്ച ഫണ്ട് എവിടെ പോയി, പിരിച്ച കാശ് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമല്ലേ? അത് ആൾക്കാർക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരില്ലേ? ഇല്ല, അക്കാര്യത്തിലൊക്കെ സുതാര്യമായ കണക്കുകൾ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തും. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യവും ചെയ്യാതിരിക്കില്ല.
പൂർണ്ണമായി ആ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കി അത് ബോധ്യപ്പെടുത്തും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ പണം, ആ പണം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ പണത്തിൻ്റെ 10% നിങ്ങൾ ചെലവഴിച്ചോ, ബാക്കി പണം എവിടെ പോയി? ഇത്രയും കാലം ഈ പാവപ്പെട്ട ആളുകൾ നരകയാതന അനുഭവിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു ഗവൺമെൻറ്റിൻ്റെ എൻറ്റയർ മെഷീനറി ഇത്രയും കാലം കയ്യിലിരുന്നിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് സ്വയം ആത്മപരിശോധന നടത്തുകയാണ്. ആ സ്വന്തം കണ്ണിലെ തുലാം എടുത്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് CPM നേതൃത്വത്തോടും ഭരണ നേതൃത്വത്തോടും പറയാനുള്ളത്. ഓക്കെ, അപ്പം വളരെ നന്ദി ശ്രീ ആന്റോ ആന്റണി, ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത് അങ്ങേക്ക് നല്ലൊരു ദിവസം, ഒപ്പം തന്നെ ഈസ്റ്റർ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാ മലയാളികൾക്കും, ന്യൂസ് മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. ഓക്കെ, താങ്ക് യു.